الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنا توفكون സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം, അസ്ലെന്ന് പറയുന്നത് നമ്മുടെ ആദർശമാണ് എന്ന് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിച്ചതിൻ്റെ ശേഷമുള്ള 13 വർഷക്കാലം, അഥവാ നബിയുടെ മക്ക കാലഘട്ടം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തിന് വേണ്ടി വിനിയോഗിച്ചപ്പോൾ ആ സമയം ഏറ്റവും കൂടുതൽ പറയാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് ഇസ്ലാമിൻ്റെ ആദർശമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ സന്ദർഭത്തിൽ അവതീർണമായ ഖുർആനിക വചനങ്ങൾ, ഖുർആനിക സൂക്തങ്ങൾ ആ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. പരലോകത്തും ഇഹലോകത്തും ഒരു മനുഷ്യന് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമുണ്ടാകണമെങ്കിൽ അവൻ്റെ ആദർശം, അവൻ്റെ അഖീദ ശരിയായിരിക്കണം. ഇതെല്ലാം പഠിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അവ്വലു മാ നസല മിനൽ ഖുർആനി അദ്ദുആഉ ഇല തൗഹീദ് ഫലമ്മാ ഇത്മഅന്നത്തിൻ നുഫൂസു അലാ ദാലിക ഉൻസിലത്തിൽ അഹ്കാം. മഹാപണ്ഡിതൻ്റെ ശ്രദ്ധേയമായ ഒരു വാചകമാണിത്. അദ്ദേഹം പറയുന്നത്, ആദ്യമായി ഖുർആനിൽ ഇറങ്ങിയത് തൗഹീദിലേക്കുള്ള ക്ഷണമാണ്. ഖുർആനിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ പരിശോധിച്ചാൽ ആളുകളെ തൗഹീദിലേക്ക് വിളിക്കുകയായിരുന്നു. തൗഹീദിൽ മനുഷ്യരുടെ മനസ്സുകൾ സമാധാനമടഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൻസിലത്തിൽ അഹ്കാം, വിധിവിലക്കുകൾ, നമസ്കാരവും നോമ്പ് പോലെയുള്ള കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് എന്നാണ്
മഹാപണ്ഡിതൻ ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ വാചകം വല ശൈഅ അഹബ്ബു ഇലല്ലാഹി മിനത് തൗഹീദി വല ശൈഅ അബ്ഗദു ഇലല്ലാഹി മിനശ് ശിർക്ക്. അൽ ഇസ്തിഖാമ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ വാചകം നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് തൗഹീദിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. പടച്ചോൻ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം തൗഹീദാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന് ഷിർക്കിനേക്കാൾ ഏറ്റവും വെറുപ്പുള്ള ഒന്നുമില്ല എന്നാണ്. അപ്പോൾ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആദർശമാണ്, അഖീദയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം ആ അഖീദയുടെ എതിരായ ഈമാനിൻ്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഷിർക്കാണ് എന്നാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറു സഅദിയുടെ രചയിതാവാണ് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം തൗഹീദിനെ കുറിച്ച് പറഞ്ഞത് അത്തൗഹീദു ഇദാ ഖമുല ഫിൽ ഖൽബി ഹബ്ബബല്ലാഹു ലിസ്വാഹിബിഹി ഈമാനു വസയ്യനഹു ഫി ഖൽബിഹി വകരിഹ ഇലൈഹിൽ കുഫ്റു വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅല മിനർ റാഷിദീൻ. അൽ ഖൗലു സദീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം തൗഹീദിനെ കുറിച്ച് പറയാണ്. തൗഹീദ് ഒരുത്തൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായാൽ അള്ളാഹു അവന് ഈമാൻ ഇഷ്ടമുള്ളതാക്കും. നമ്മൾ ഈമാനുള്ള ആളുകളാകണമെങ്കിൽ, വിശ്വാസമുള്ള ആളുകളാകണമെങ്കിൽ നമ്മുടെ തൗഹീദ് ശരിയാകണം. അതവൻ്റെ ഹൃദയത്തിൽ അലങ്കാരമുള്ളതാക്കും, സീനത്തുള്ളതാക്കും. അതേപോലെ തന്നെ സത്യനിഷേധത്തിനോടും തമ്മാടിത്തരങ്ങളോടും അനുസരണക്കേടിനോടുമൊക്കെ ഒരു മനുഷ്യന് വെറുപ്പുണ്ടാകണമെങ്കിൽ, അവയിൽ നിന്നൊക്കെ മാറി നിൽക്കണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തൗഹീദ് സ്ഥാനം പിടിക്കണമെന്നാണ് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. തൗഹീദുമായി ബന്ധപ്പെട്ട് ധാരാളം ഉദ്ധരണികൾ, പണ്ഡിതന്മാരുടെ വാചകങ്ങൾ ചരിത്രത്തിലെമ്പാടും നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ തൗഹീദ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, ഈ ആദർശം നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൻ്റെയും അതേപോലെ തന്നെ ഹദീത്തുകളുടെയും ഒക്കെ വെളിച്ചത്തിൽ വളരെ ഭംഗിയായിക്കൊണ്ടതിനെ 3 രീതിയിൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സാധാരണ പറയും അൻവാ ഉ തൗഹീദ് എന്ന് പറയാം. അൻവാ ഉ തൗഹീദ്, തൗഹീദിൻ്റെ ഇനങ്ങൾ എന്ന് പറയും. തൗഹീദിൻ്റെ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 3 കാര്യങ്ങളാണ്. ഇത് നമ്മളെല്ലാവരും ഓരോ വിശ്വാസിയും പഠിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻവാ ഉ തൗഹീദ് എന്ന് പറഞ്ഞിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇത് പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി എന്തൊക്കെയാണ് തൗഹീദുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്നവർ വിശദീകരിച്ചു തരാണ്. ആ 3 കാര്യങ്ങൾ എന്താണ്? അതിലൊന്ന് തൗഹീദുർ റുബൂബിയ്യയാണ്. തൗഹീദുർ റുബൂബിയ്യ. രണ്ടാമത്തത് തൗഹീദുൽ ഉലൂഹിയ്യയാണ്. മൂന്നാമത്തത് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. ഈ 3 കാര്യങ്ങൾ, ഇത് 3ഉം തൗഹീദിന്റെ ഇനങ്ങളാണ്, അൻവാഉകളാണ്. മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് യുൻഖസമു തൗഹീദു ഇലാ 3 അഖ്സാമിൻ അത്തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് വഖദ് ഇജ്തമഅത് ഫീ ഖൗലിഹി തആല എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? തൗഹീദിനെ 3 ഇനങ്ങളായിക്കൊണ്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, എന്താണ് നമുക്ക് പറയാം. തൗഹീദുൽ ഉലൂഹിയ്യ വിശദീകരിക്കണം. അതേപോലെ തന്നെ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. ഇതാണ് 3 തൗഹീദ്. 3 തൗഹീദ് എന്ന് പറയുമ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? അഫ്രദ എന്നാണ്. അഫ്രദ, ഏകനാക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദൂഹു വസ്തബിർ ലഇബാദതിഹി അഹൽ തഅലമു ലഹു സമീയ. സൂറത്ത് മറിയമിലെ 65-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ 3 തൗഹീദുണ്ട്. തൗഹീദ് റുബൂബിയ്യ ഉണ്ട്, തൗഹീദുൽ ഉലൂഹിയ്യ ഉണ്ട്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതെന്താ? തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ നിങ്ങൾ, തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന് മനസ്സിലാക്കുക, അത് അംഗീകരിക്കുക, അത് വിശ്വസിക്കുക. അള്ളാഹുവാണ് ഖാലിഖ്, അവനാണ് സൃഷ്ടാവ്, അതാണ് തൗഹീദ് റുബൂബിയ്യ. റബ്ബാണ് എന്ന് വിശ്വസിക്കുക. മനസ്സിലായില്ല? അള്ളാഹിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട വിശ്വാസം എന്താ? അള്ളാഹു അല്ലാതെ ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ, അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതാകട്ടെ കാണാൻ പറ്റാത്തതാകട്ടെ, അതിൻ്റെയൊക്കെ സൃഷ്ടാവാരാ? അതിൻ്റെയൊക്കെ ഖാലിഖാരാ? അള്ളാഹുവാണ്. മനസ്സിലായില്ലേ? ഈ ലോകത്തുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, അതിൻ്റെ അധികാരമുള്ളവൻ അവൻ ആരാണ്? അവൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നതിനാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. വഖലഖ കുല്ല ഷൈഇൻ, ഓരോ വസ്തുവേയും അവൻ സൃഷ്ടിക്കുകയും
അതിനെ അവൻ ശരിയാവണ്ണം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാരാ? അള്ളാഹുവാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഏതെങ്കിലും വസ്തുക്കളെ അള്ളാഹു അല്ലാത്തവരാണ് സൃഷ്ടിച്ചത് എന്നവൻ പറഞ്ഞാൽ അത് ശിർക്കാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാരാണ്? അള്ളാഹു ആകുന്നു എന്ന് 39-ാം അധ്യായത്തിലെ 62-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ 67-ാം അധ്യായത്തിലെ 1-ാമത്തെ ആയത്തിന് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അപ്പം എന്താ തൗഹീദ് റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവാരാണ്? അവൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കാൻ. അപ്പം നമ്മൾ വിചാരിക്കും അള്ളാഹു അല്ല സൃഷ്ടാവ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? ഖാലിഖ് അള്ളാഹുവാണ് എന്ന് അംഗീകരിക്കാത്ത ആൾക്കാർ ധാരാളം ആളുകളുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുക്തിവാദികളായ ആളുകൾ, നിരീശ്വരവാദികളായ ആളുകൾ, അവരുടെ വാദം എന്താ? അവർ പറയുന്നത് എന്താ? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുപോലും അവർ അംഗീകരിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ട് എന്നവർ അംഗീകരിക്കുന്നില്ല. ഖാലിഖാണ് അള്ളാഹു എന്നവർ അംഗീകരിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, അഖീദ പഠിപ്പിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് അൽ ഹുജ്ജത്തു ഫീ ബയാനിൽ മഹജ്ജ വശറഹു അഖീദത്തു അഹ്ലുസ് സുന്ന എന്ന് പറയുന്ന ഗ്രന്ഥം. മഹാപണ്ഡിതനായ ഇമാം അസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്, ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു മുൽഹിദുമായി, മുൽഹിദ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി. നമ്മൾ വിചാരിക്കും ഈ ആൾക്കാരൊക്കെ എപ്പോഴാണ് ഉള്ളത്? ഈ 21-ാം നൂറ്റാണ്ടിലാണ് ഈ യുക്തിവാദവും നിരീശ്വരവാദമൊക്കെ കടന്നു വന്നതെന്നാണ് ചില ആളുകളുടെയൊക്കെ സങ്കല്പം. ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇന്നലകളിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ആളുകളുമായിക്കൊണ്ട് ഡിബേറ്റ് നടത്തിയ ചരിത്രങ്ങൾ വായിക്കാൻ പറ്റും. അവരെക്കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അഖീദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇമാം ഇമാം അസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഗ്രന്ഥം രചിക്കുന്നത്. എന്താ ഗ്രന്ഥത്തിലുള്ള ചരിത്രം എന്നറിയോ? ഒരു മുൽഹിദ് അഥവാ ഒരു യുക്തിവാദിയായ മനുഷ്യൻ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു ഞാൻ സൃഷ്ടാവാണെന്ന് പറഞ്ഞു. എനിക്ക് സൃഷ്ടിക്കാൻ കഴിയും, എനിക്ക് ജീവൻ കൊടുക്കാൻ പറ്റും, എനിക്കതിനുള്ള കഴിവുണ്ട് എന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ, ഞങ്ങൾക്കതൊന്ന് കാണണം. നിങ്ങൾ ഖാലിഖാണെങ്കിൽ, നിങ്ങൾ സൃഷ്ടാവാണ് എങ്കിൽ അതൊന്ന് കാണിച്ചു തരണം. അപ്പം അദ്ദേഹം അതിന് തയ്യാറായി. അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തു. അദ്ദേഹം കുറേ മാംസം കൊണ്ടുവന്നു, കുറേ മാംസം, എന്നിട്ടതൊക്കെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. അദ്ദേഹം ഒരു കൂജയിൽ, ഒരു പാത്രത്തിൽ ആ മാംസം ഇട്ടു. എന്നിട്ട് അതിലേക്ക് കുറേ വേസ്റ്റും വാരിയിട്ടു, കുറേ വേസ്റ്റൊക്കെ വാരിയിട്ടു. എന്നിട്ട് ആ പാത്രം അദ്ദേഹം ഭദ്രമായി മൂടി. ആ പാത്രം ഭദ്രമായി മൂടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഒരാളുടെ കൈവശം കൊടുത്തിട്ട് പറഞ്ഞത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. 3-4 ദിവസം കഴിഞ്ഞിട്ട് അയാൾ വന്നു, ആ പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ പാത്രം കൊണ്ടുവന്നു, അത് അവരുടെ മുമ്പിൽ വെച്ച് തുറന്നു നോക്കുമ്പോൾ എന്താ അതിൽ കാണുന്നത്? ധാരാളം പുഴുക്കളുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഇതിൻ്റെ സൃഷ്ടാവ്, ഞാനാണ് ഇതിൻ്റെ ഖാലിഖ്. കുതന്ത്രം പ്രയോഗിക്കുകയാണ് അദ്ദേഹം. അപ്പം നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുന്നത് എനിക്ക് ജീവൻ കൊടുക്കാൻ പറ്റും. ഒന്നുമില്ലാത്ത, അഥവാ മാംസത്തിൽ ആ സമയത്ത് പുഴുക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബുദ്ധിയുള്ള കുറേ ആൾക്കാർ ആ സംസാരം കേൾക്കുന്നുണ്ട്. അവരദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഖാലിഖാണെന്ന്, നിങ്ങളാണ് ഇതിൻ്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ആ പാത്രത്തിൻ്റെ ഉള്ളിലുള്ള പുഴുക്കളുടെ അതിൻ്റെ എണ്ണത്രയെന്ന് പറഞ്ഞാണ്. നിങ്ങളാണ് സൃഷ്ടാവ് എങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ മാംസത്തെ ചുറ്റിപ്പൊതിഞ്ഞു നിൽക്കുന്ന പുഴുക്കളുടെ എണ്ണം നിങ്ങൾക്കറിയണം. അതിൻ്റെ എണ്ണം പറയും. വീണ്ടും അവർ ചോദിച്ചു ആ പുഴുക്കളുടെ കൂട്ടത്തിൽ ആണുങ്ങളുണ്ടാകും, സ്ത്രീകളുണ്ടാകും, പെണ്ണുങ്ങളുണ്ടാകും, മുദക്കർ മുഅന്നസ് ഉണ്ടാകും. ഒന്ന് പറഞ്ഞാണി എത്ര ആൺപുഴുക്കളുണ്ട്, എത്ര പെൺപുഴുക്കളുണ്ട് ഒന്ന് പറഞ്ഞാണി. നിങ്ങളാണല്ലോ സൃഷ്ടാവ്, ഒന്ന് പറഞ്ഞാണി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റിസ്ക് ആരാണ് തീരുമാനിക്കുന്നത്? അതിൻ്റെ ഭക്ഷണം ആരാണ് തീരുമാനിക്കുന്നത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാനാണ് സൃഷ്ടാവ് എന്ന് പറഞ്ഞു വന്ന ആ മുൽഹിദിനെ ഉത്തരം മുട്ടുകയും അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്ത ചരിത്രം ഇമാം അസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ഹുജ്ജ ഫീ ബയാനിൽ മഹജ്ജ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഖാലിഖാണ്, എനിക്ക് സൃഷ്ടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ചരിത്രം പ്രസിദ്ധമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു നിരീശ്വരവാദിയുമായി നടത്തിയ ഡിബേറ്റ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിലും എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. എന്താ നിരീശ്വരവാദി പറഞ്ഞത്? ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവിൽ ഇത് താനുണ്ടായതാണ്, ഇതൊരു നോർമൽ അവസ്ഥയിൽ, ഒരു സാധാരണഗതിയിൽ ഉണ്ടായതാണ് ഈ പ്രപഞ്ചം, അതല്ലാതെ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവൊന്നുമില്ല എന്നായിരുന്നു ആ കാലഘട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിലെ ഒരു യുക്തിവാദി പറഞ്ഞത്. ഇനി അതല്ല, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ എങ്കിൽ ഞാൻ ഡിബേറ്റിന് തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു.
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഡിബേറ്റിന്റെ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ റെഡിയാണ്. അങ്ങനെ സമയം തീരുമാനിച്ചു, ദിവസം തീരുമാനിച്ചു, വേദി തീരുമാനിച്ചു ഡിബേറ്റ് നടക്കാൻ. ഒരു ഭാഗത്ത് എന്താ, ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്ന യുക്തിവാദി, മറുഭാഗത്തോ ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഡിബേറ്റിന്റെ ദിവസം വന്നു, ഡിബേറ്റിന്റെ സമയമായി, ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. സദസ്സിൽ മുൽഹിദ് വന്നിട്ടുണ്ട്, അഥവാ യുക്തിവാദി അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ സമയത്ത് ആ സദസ്സിൽ എത്തിയില്ല. അപ്പൊ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, അയാൾക്ക് പേടിയാണ്, അയാൾ വരില്ല, അയാൾക്ക് അയാളുടെ വാദം സമർത്ഥിക്കാൻ കഴിയില്ല, ഭയപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം വരാത്തത്. കുറേ നേരം കാത്തുനിന്നു, വരുന്നില്ല. അങ്ങനെ ആളുകളൊക്കെ പിരിഞ്ഞു പോകാനുള്ള ആ ഒരു ചിന്തയിലായിരിക്കുന്ന സമയത്ത് നനഞ്ഞ ശരീരവുമായി നനഞ്ഞ വസ്ത്രങ്ങളുമായി ഒരാൾ ദൂരെ നിന്ന് വരുന്നവർ കണ്ടു. അത് മഹാപണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹം ഓടിക്കതച്ചു വരികയാണ്. അപ്പോൾ ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ യുക്തിവാദി പറഞ്ഞു, നമ്മളൊരു സമയം നിശ്ചയിച്ചാണല്ലോ, നിങ്ങൾ ഈ സമയത്ത് എന്തുകൊണ്ട് വന്നില്ല? സമയത്തിന് വിലയല്ലേ? നമ്മൾ സമയം നിശ്ചയിച്ചാൽ ആ സമയത്ത് നിങ്ങൾ എത്തണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തത് ശരിയല്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, എന്തുകൊണ്ട് നേരം വൈകി എന്ന് പറയണം, എന്നിട്ട് മതി ഡിബേറ്റൊക്കെ. അപ്പം അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞാൻ നേരം വൈകിയിട്ടുണ്ട്. ഞാൻ നേരം വൈകാനൊരു കാരണമുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴ പെയ്തു. എനിക്കാണെങ്കിൽ ഒരു തോട് മുറിച്ച് കടന്ന്, ഒരു പുഴ മുറിച്ച് കടന്ന് വേണം ഇങ്ങോട്ട് വരാൻ. അതിൽ വെള്ളം കൂടി, എനിക്ക് നടന്നു പോരാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ ആ പുഴയുടെ മറുകരയിൽ ഇങ്ങനെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഉള്ളൊരു മരം, അത് താനെ മുറിഞ്ഞു. അതിലെ ചില്ലകളൊക്കെ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അത് പലകയായി മാറി, അതൊരു തോടിയുടെ രൂപത്തിലായി മാറി. പിന്നെ ഞാൻ അതിൽ കയറിയിട്ടാണ് ഇത്ര നേരം കൊണ്ട് ഇവിടെ എത്തിയത് എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ആ സമയത്ത് ആ യുക്തിവാദി പറഞ്ഞു, എന്ത് വിഡ്ഢിത്താ നിങ്ങൾ ഈ പറയണത്? ഈ കണ്ട മനുഷ്യന്മാരെയൊക്കെ നിങ്ങൾ പൊട്ടന്മാരാക്കുക. ഒരു മരം താനെ മുറിഞ്ഞ് അതൊരു പലകയായി, അത് തോണിയായി മാറി എന്നാണ് നിങ്ങൾ പറയുക. വിഡ്ഢിത്തമാണ്. ഇതാരാ വിശ്വസിക്കുക? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നമ്മുടെ ഡിബേറ്റ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മളിന്ന് തീരുമാനിച്ച ഡിബേറ്റ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾ പറയുന്നത് ഒരു മരം താനെ മുറിയുകയില്ല, അത് തോണിയാവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എങ്കിൽ ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്? ഈ പ്രപഞ്ചം താനെ ഉണ്ടായി എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ പ്രപഞ്ചത്തിലെ മരങ്ങൾ താനെ ഉണ്ടായി എന്നാണോ പറയുന്നത്? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സൂര്യൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, മലകൾ, മാമലകൾ, ഇതൊക്കെ താനെ ഉണ്ടായി എന്ന് പറയുന്നത്? ആളുകൾക്ക് കാര്യം മനസ്സിലാകാൻ കൂടുതൽ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. ഞാൻ പറയുന്നത്, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ഒരു ഖാലിഖുണ്ട്. അതാരാ? അത് അള്ളാഹുവാണ് എന്ന വിശ്വാസമാണ് തൗഹീദുർ റുബൂബിയ്യത്ത് എന്ന് പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ പോലും അത് അംഗീകരിച്ചിട്ടുണ്ട്. ആരാ മക്കയിലെ മുശ്രിക്കുകൾ? നമ്മൾ അവിടുന്ന് തൗഹീദ് പഠിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്, അവരുടെ വിശ്വാസത്തെ പറഞ്ഞു തന്നിട്ടാണ്. ആ വിശ്വാസം തെറ്റാണ് കേട്ടോ, അതല്ല ശരിയായ വിശ്വാസം, അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല എന്ന് പറയാൻ ചൂണ്ടിക്കാണിച്ച മക്കയിലെ മുശ്രിക്കുകൾക്ക് എന്ത് വിശ്വാസമുണ്ട്? തൗഹീദ് റുബൂബിയ്യത്ത് അവർ അംഗീകരിച്ചിട്ടുണ്ട്. എൻ്റെ വാചകമല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, അതേപോലെ തന്നെ ഭൂമിയെ പടച്ചത് ആരാണ്, സൂര്യനെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവർ പറയും, എന്താ മറുപടി? ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹയാണെന്ന് പറയുന്നു. സഹോദരങ്ങളെ ആലോചിച്ചോക്കൂ നിങ്ങൾ, മക്കയിലെ മുശ്രിക്കുകളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിശ്വാസം എന്താ? മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താ? അല്ലാഹയാണ് സൃഷ്ടാവ്, ഖാലിഖ് അല്ലാഹുവാണ്. വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആരാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആരാണ് ഭൂമിയെ ജീവനുള്ളതാക്കുന്നത്, സസ്യങ്ങളെ മുളപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആരാണ് പിന്നെ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയത് എന്ന് ചോദിച്ചാൽ, അതിനൊക്കെയുള്ള അവരുടെ മറുപടി എന്താ? ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹയാണെന്ന് അവർ പറയും, അല്ലാഹുവാണ് എന്നവർ പറയും. ബദർ യുദ്ധത്തിന്റെ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് ആരോടാ? നബി തന്റെ കക്ഷങ്ങൾ വെളിയിൽ കാണുമാറ് വാനലോകത്തേക്ക് കൈകൾ ഉയർത്തി സുദീർഘമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിനെ വന്നിട്ട് നബിയെ തട്ടി ഉണർത്തി നബിയോട് പറഞ്ഞു, മതി നബിയെ, ദുആ നടത്തിയത് മതി, അള്ളാഹു സ്വീകരിക്കും. ആരുടെ പ്രാർത്ഥന? അള്ളാഹുവിനോടാണ്. അള്ളാഹുവേ, ഈ കൊച്ചു സൈന്യത്തെ നീ പരാജയപ്പെടുത്തിയാൽ നിന്നെ ആരാധിക്കണമെന്ന് പറയുന്ന ആരും ഇവിടെ ഉണ്ടാവില്ല. മുഹമ്മദ് നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ശത്രുക്കളുടെ നേതാവായ അബൂജഹലിന്റെ പ്രാർത്ഥന ആരോടാ? അള്ളാഹുവേ,
രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടാണ്, രണ്ട് സൈന്യങ്ങൾ. ഈ രണ്ടിലൊരു വിഭാഗത്തിന്റെ അടുക്കൽ ഹക്കുണ്ട്, സത്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സത്യത്തെ നീ വിജയിപ്പിക്കണമെന്ന് മുഹമ്മദ് നബി പ്രാർത്ഥിച്ച അതേ പടച്ചോനോടാണ് ആര് പ്രാർത്ഥിക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകളുടെ നേതാവായ അബൂജഹൽ പ്രാർത്ഥിക്കണത്. പിന്നെന്താ വ്യത്യാസം? പിന്നെ എന്തിനാ അവർ യുദ്ധം ഉണ്ടായത്? ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാ? അവർ റുബൂബിയത്ത് അംഗീകരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? റുബൂബിയത്ത് അവർ ഹുദൈബിയ സന്ധിയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. ഹുദൈബിയ സന്ധി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുന്നു. ഹുദൈബിയയിൽ വെച്ച് തടയപ്പെട്ടു. അവരോട് പറഞ്ഞു, ഈ വർഷം ചെയ്യാൻ പാടില്ല, ഉംറ ചെയ്യാൻ പറ്റില്ല, മടങ്ങിപ്പോണം, മദീനയിലേക്ക് തിരിച്ചു പോരണം. ഒരു വലിയ കരാറാണ് ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ. വലിയ കരാർ, നമുക്ക് വിശദീകരിക്കാൻ സമയമല്ല. ആ സമയത്ത് കരാറുണ്ടാക്കി, രണ്ടു കൂട്ടരും തമ്മിൽ അംഗീകരിക്കുന്ന കരാർ. അതിൽ മുസ്ലിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരുപാട് കരാറുണ്ട്. ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് നബിയുടെ അടുക്കലേക്ക് വന്നാൽ ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല, അവനെ തിരിച്ച് മക്കയിലേക്ക് അയക്കണം. മുസ്ലിമായ ഒരാൾ അവന്റെ വിശ്വാസം ഒഴിവാക്കി മക്കയിലേക്ക് ചെന്നാൽ അവനെ തിരിച്ചു വിടൂല. അങ്ങനെ ഒരുപാട് കരാറുകളുണ്ട്. അതിലൊക്കെ ഹൈറുണ്ടായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെയുള്ള വിഷയം എന്താ അറിയോ? ആ കരാർ എഴുതുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹൈലാണ്, സുഹൈൽ ഇബ്നു അംർ, അദ്ദേഹം കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം മുശ്രിക്കാണ്. അദ്ദേഹമാണ് കരാർ എഴുതാൻ വേണ്ടി വന്നത് മുശ്രിക്കുകളുടെ ഭാഗത്തുനിന്ന്. നബി പറഞ്ഞു, അലി ബിൻ അബി ത്വാലിബിനോട് പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അലിയിൻ ഉക്തുബ്, അലി എഴുതിക്കോ, കരാർ എഴുതിക്കോ. കരാർ എഴുതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരാറിൽ ആദ്യത്തെ വാചകം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നെന്ത് ചെയ്തു? അവരെഴുതി. അലി റളിയല്ലാഹു അൻഹു എഴുതി. ആ സമയത്ത് സുഹൈൽ പറഞ്ഞു, അമ്മാ ബിസ്മില്ലാ ഫമനദിരി മാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ എന്ന് എഴുതിക്കോളി, എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ ഒരു അള്ളാഹിനെ ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ അള്ളാഹ് എഴുതിക്കോളി ബിസ്മില്ല. അപ്പൊ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ അവർക്ക് അറിയാം, ബിസ്മില്ല, അത് എഴുതിക്കോളി, കുഴപ്പമില്ല എന്ന്. ബിസ്മില്ല എന്ന് എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മാനുർ റഹീം എന്നുള്ളത് വെട്ടാൻ പറഞ്ഞു, അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്ക് അള്ളാഹിനെ അറിയാം, അള്ളാഹുവിനെ അവർക്ക് അറിയാം. അതാണ് തൗഹീദ് റുബൂബിയ എന്ന് പറഞ്ഞാൽ. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനാണ് വായു നൽകുന്നവൻ, അവനാണ് വെള്ളം നൽകുന്നവൻ. ഇതൊക്കെ ആരാ? പടച്ചവനാണ്. ഈ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് തൗഹീദുർ റുബൂബിയ. പിന്നെ എന്തേ മുശ്രിക്കുകൾക്ക് പറ്റിയ പ്രശ്നം എന്താ? പിന്നെ എന്തുകൊണ്ടാണ് അവർ മുശ്രിക്കായി മാറിയത്? അള്ളാഹു തന്നെ പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ലോകം നിയന്ത്രിക്കുന്നത്, പിന്നെ അവരിൽ അധിക ആളുകളും വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഷിർക്ക് ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ്. അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ആ വിശ്വാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് അള്ളാഹുവിനെ അവർ വിശ്വസിക്കുന്നത്. അവർക്ക് സംഭവിച്ച പിഴവ് എവിടെയാ? അത് തൗഹീദുൽ ഉലൂഹിയ്യത്തിലാണ്, തൗഹീദുൽ അസ്മാഇ വസിഫാത്തിലാണ്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പം അതുകൊണ്ട് തൗഹീദിന്റെ 3 ഇനങ്ങൾ എന്ന് പറയുമ്പോൾ അതേതാ? ഒന്ന് തൗഹീദുൽ റുബൂബിയ്യത്താണ്, തൗഹീദുൽ ഉലൂഹിയ്യത്താണ്, തൗഹീദുൽ അസ്മാഇ വസിഫാത്താണ്. അല്ലെ തൗഹീദുൽ റുബൂബിയ്യത്ത് എന്താ? അള്ളാഹുവാണ് ഖാലിഖ് എന്ന് മനസ്സിലാക്കുക. ഖാലിഖ് എന്താ? സൃഷ്ടാവ്. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അവനാരാ? അള്ളാഹുവാണ്. ഇനി നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് നോക്കൂ നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ്, അവനാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്ന വിശ്വാസമാണ് തൗഹീദുർ റുബൂബിയ്യത്ത് എങ്കിൽ, അത് മക്കയിലെ മുശ്രിക്കുകൾ പോലും അംഗീകരിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ചില ആൾക്കാർ പറഞ്ഞെന്താ? അതിൽ പോലും ശിർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊരു വിമർശനമല്ല, ഒരു കുറ്റപ്പെടുത്തലല്ല. ലോകം നിയന്ത്രിക്കുന്നവൻ ആരാന്ന് ചോദിച്ചാലേ അത് കോഴിക്കോടുള്ള ഒരാളാന്ന് പറഞ്ഞ മനുഷ്യന്മാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. നൗദുബില്ല, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ലോകം നിയന്ത്രിക്കുന്നത് ആരാ? അത് കോഴിക്കോടുള്ള ഒരാളാണെന്ന് അയാൾ ആർക്കെങ്കിലും അറിയോ? അയാളെ നമുക്ക് ആർക്കെങ്കിലും അറിയോ? അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിച്ച, ഈ ഒരു സമകാലികനായി ജീവിച്ച, ഭ്രാന്ത് ബാധിച്ചിരുന്ന ഒരു മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്ന, ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എവിടെയാണ് അപ്പോൾ തൗഹീദ്? എന്താണ് അവരുടെ മനസ്സിലുള്ള വിശ്വാസം? എത്രയാണ്? ഈമാൻ എത്രയാണ്? അതുകൊണ്ട് തന്നെ നമ്മളിത് നിസ്സാരമായി കാണേണ്ട വിഷയമല്ല. തൗഹീദ് റുബൂബിയ്യത്തല്ലേ? അതിപ്പോൾ ആരാ മഴ പെയ്യിപ്പിക്കുന്നത് ചോദിച്ചാൽ ഇവിടെയുള്ള ഹൈന്ദവൻ, ക്രൈസ്തവൻ എല്ലാവരും പറയും പടച്ചവനാണ്, അള്ളാഹു എന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ശ്രീരാമനാന്ന് പറയാറുണ്ട്, ദൈവമാണെന്നാ പറയാ, അള്ളാഹു ആണെന്നാ പറയാ. യുക്തിവാദികളുടെ മനസ്സിന്റെ ഉള്ളിൽ പോലെ എന്തുണ്ട്? ദൈവവിശ്വാസമുണ്ട്. ഗോൾബച്ചോവിനെ പോലെയുള്ള ധാരാളം ആളുകൾ, ലോകം കണ്ട പിന്നെ വലിയ വലിയ യുക്തിവാദികളായ ആളുകൾ, അവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. പല ഹിറ്റ്ലർ, മുസോളിനിയെ പോലെയുള്ള ആളുകൾ,
അവരൊക്കെ പല പദ്ധതികളും ആവിഷ്കരിച്ച് യോഗം ചേർന്ന് അവസാനിപ്പിക്കുമ്പോൾ പറയല് ദൈവം നമ്മുടെ പദ്ധതി വിജയിപ്പിക്കട്ടെ എന്നാണ്. ദൈവവിശ്വാസമില്ലാത്ത ആളുകളെ ദൈവം നമ്മുടെ പദ്ധതി വിജയിപ്പിക്കട്ടെ. കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ദൈവനിഷേധിയായിരുന്ന, ദൈവമില്ല എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം പറയുന്നുണ്ട് എല്ലാം കേൾക്കുന്ന ഒരാൾ മുകളിലുണ്ട്. അതാരാ? എല്ലാം കേൾക്കുന്ന ഒരാൾ മുകളിലുണ്ട് എന്ന് പറഞ്ഞ അതാരാ? അല്ലാഹുവാണ്, ദൈവമാണ്. അപ്പൊ ദൈവനിഷേധികളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പോലും എന്തുണ്ട്? ദൈവവിശ്വാസമുണ്ട്, അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധ്യമുണ്ട്. മനസ്സിലായില്ലേ? ഇതെല്ലാവർക്കുള്ള കാര്യം. പക്ഷേ പല ആളുകൾ എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു സഅലത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു ദംബിൻ അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏതാണ്? അപ്പൊ നബി പറഞ്ഞു അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. നിന്നെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ എന്ത് ചെയ്യുക? നീ സമന്മാരെ ഉണ്ടാക്കുക, നീ തുല്യരായ ആളുകളെ ഉണ്ടാക്കുക. അതാണ് ഏറ്റവും വലിയ പാപം, ശിർക്ക് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിപ്പിക്കുന്ന ഖാലിഖായ റബ്ബിനെ, മാലിക്കായ റബ്ബിനെ, റാസിഖായ റബ്ബിനെ കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദിവസം 5 തവണകളിലായി 17 റക്അത്ത് നമസ്കരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, നിർബന്ധമായും നമസ്കരിക്കുന്ന ആളുകൾ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ നമസ്കാരങ്ങളിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. കാരണമില്ലാതെ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ഏതെങ്കിലും ഒരാൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചു, അയാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ്. എങ്ങനെ സ്വീകരിക്കില്ല? അയാൾക്ക് പള്ളിയിൽ വരാമായിരുന്നു. പള്ളിയിലേക്ക് വരുന്നതിനുള്ള എന്തോ ഒരു തടസ്സം അയാൾക്കുണ്ടാകണം. എങ്കിൽ മാത്രമാണ് അയാളുടെ നമസ്കാരം സ്വീകരിക്കുക. ഇല്ല എങ്കിൽ അയാളുടെ നമസ്കാരം സ്വീകാര്യമല്ല എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പം ജമാഅത്തായിക്കൊണ്ടാണ് നമസ്കാരം നമ്മളെല്ലാവരും നിർവഹിക്കേണ്ടത്. ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് പല ആളുകളിലും കണ്ടുവരുന്ന ഒരു ചെറിയ അബദ്ധം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജമാഅത്ത് നമസ്കാരത്തിൽ ഉറക്കയോതുന്ന നമസ്കാരങ്ങളിൽ ഇമാമ് നിൽക്കുന്ന വ്യക്തി അദ്ദേഹം ആമീൻ പറയുന്ന സമയത്ത് നമ്മളെല്ലാവരും പഠിക്കേണ്ട കാര്യമാണ്. ഒന്ന്, നമ്മൾ ആമീൻ ഉറക്ക പറയണം. മടി കാണിക്കുന്ന ആൾക്കാരുണ്ട്, ആമീൻ പറയാത്ത ആൾക്കാരുണ്ട്. ചരിത്രം വായിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ പള്ളി എങ്ങനെയുള്ള പള്ളിയാണ്? അത് ഈന്തപ്പന ഓലയുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ, ഈന്തപ്പനയോലയുള്ള പള്ളിയിൽ സ്വഹാബികൾ ആമീൻ പറയുന്നത് കേട്ടാൽ അതിൻ്റെ പ്രകമ്പനം കൊള്ളുന്നതാണ്. എന്നാലോചിക്കുക, അപ്പം എത്രമാത്രം ഉറക്കെ അവർ ആമീൻ പറഞ്ഞിട്ടുണ്ടാകും. അല്ലാഹു ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്ന ദുആയാണ് നമ്മൾ നടത്തുന്നത്. വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ് ഫാത്തിഹയിലൂടെ ഓരോ വിശ്വാസികളും നിർവഹിക്കുന്നത്. അപ്പം ആ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആമീൻ പറയണം. എപ്പോൾ ആമീൻ പറയണം? എപ്പോഴാണ് ആമീൻ പറയണം? അതാണ് വിഷയം. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ആമീൻ ഒരിക്കലും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. ഹദീസിൽ കാണാൻ പറ്റുന്ന വാചകം എന്താ? ഇദ അമ്മനൽ ഇമാമു ഫഅമ്മിനു. ഇമാമ് ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയാന്നാണ്. ഇമാമ് ആമീൻ പറഞ്ഞാൽ നമസ്കാരത്തിന്റെ തുടക്കം തക്ബീറത്തുൽ ഇഹ്റാമാണ്. ആ ഹദീസ് എങ്ങനെയാ? ഇദ കബ്ബറ ഫകബ്ബിറൂന. ഇമാമ് തക്ബീർ കെട്ടിയാലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ തക്ബീർ കെട്ടേണ്ടത്. അതിനർത്ഥം എന്താ അറിയോ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇമാമ് തക്ബീർ കെട്ടുന്നതിന് മുമ്പ് നമ്മൾ ആരും തക്ബീർ കെട്ടാൻ പാടില്ല. നമ്മൾ മഅ്മൂമാകുന്നത് എപ്പോഴാണ്? ഇമാമിനനുസരിക്കുമ്പോഴാണ്. ഇമാമിന്റെ പിറകിലാണ് നമ്മളെല്ലാ കാര്യം. ഒരിക്കലും ഇമാമിനെ നമസ്കാരങ്ങളിൽ മുൻകടക്കാൻ പാടില്ല. ഇമാമ് സുജൂദ് കോണിന് മുമ്പ് സുജൂദ് ചെയ്യുക, ഇമാമ് റുക്കൂ കോണിന് മുമ്പ് റുക്കൂ ചെയ്യുക, ഇമാമ് റുക്കൂവിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇതൊന്നും പാടില്ല. ഇത് കുറ്റകരമാണ്, അത് വലിയ പാപമാണ്, വളരെ വിശാലമായ വിഷയമാണ്.
ആമീൻ പറയുന്ന മേഖലയിൽ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്, ഒന്ന്, ഇമാം ആമീൻ പറയാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ആമീൻ പറയാൻ പാടില്ല. അപ്പോൾ ഇമാം എന്ത് ചെയ്യണം? ആമീൻ പറയണം, ഉറക്കെ പറയണം. ഇമാം ആമീൻ പറയണം. നിസ്കാരത്തിൽ എന്ത് ചെയ്യണം? ഇമാം ആമീൻ പറയുന്നത് മഅ്മൂമുകൾ കേൾക്കണം. പണ്ഡിതന്മാർ പല രീതിയിൽ തന്നെ ഇമാം ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി കൊണ്ട് അതിൻ്റെ വിവിധ രീതികൾ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാം വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സമയമല്ല. ഒന്നെന്താ, ഒരിക്കലും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. ഇമാം ആമീൻ പറഞ്ഞു തുടങ്ങിയാൽ എന്ത് ചെയ്യാം? നമ്മൾ ആമീൻ പറയാം. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാർ ഇമാം ആമീൻ പറഞ്ഞു തുടങ്ങിയാൽ അതിൻ്റെ കൂടെ അതിൻ്റെ ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആമീൻ പറയാം. വേറെ ചില ആളുകൾ പറഞ്ഞത് ഇമാം ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഏറ്റവും പ്രബലമായി തോന്നിയിട്ടുള്ളത് ഇമാമ് പറയുന്നതിന് മുമ്പ് എന്തായാലും പറയാൻ പാടില്ല. ഇമാമ് പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആമീൻ പറയേണ്ടത്. എന്തുകൊണ്ട്? നമ്മൾ ആമീൻ പറയുമ്പോൾ ആ ആമീൻ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. നിങ്ങളൊന്ന് ആലോചിക്കുക, നിസ്കാരത്തിൽ ആമീൻ പറയുന്ന സമയത്ത് ഇത്രമാത്രം വലിയ മഹത്തുണ്ടെങ്കിൽ, നിസ്കാരത്തിൽ 2 സ്ഥലങ്ങളിൽ ഈ പദം വന്നിട്ടുണ്ട്. ഏത്? നിസ്കാരത്തിലെ 2 പ്രാർത്ഥനകൾ മലക്കുകളുടെ പ്രാർത്ഥനയുമായി യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമ്മൾ സാധാരണ കേൾക്കൽ റമദാനിലാണ് അല്ലേ? മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടും ഈ ഹദീസ് നമ്മൾ കേൾക്കലുണ്ട്. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങൾ റമദാനിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ, അതേപോലെ തന്നെ പിന്നെ റമദാനിൽ ആരെങ്കിലും രാത്രി നിസ്കരിച്ചാൽ അവൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു തരുന്നു. എന്ന് അവിടെ പറഞ്ഞെന്താ? നമ്മൾ ആമീൻ പറയുന്നത് മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വന്നാൽ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. മലക്കുകൾ ഒരിക്കലും ഇമാം ആമീൻ പറയുന്നതിന് മുമ്പ് ആമീൻ പറയില്ല. ഇമാം ആമീൻ പറയുന്നതിന് മുമ്പ് ആമീൻ പറയില്ല. അപ്പോൾ ഇമാം നിൽക്കുന്ന ആരാകട്ടെ, ഞാനാകട്ടെ അല്ലെങ്കിൽ ആരാകട്ടെ, നിങ്ങളിൽ ആരാകട്ടെ, ഇമാം എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ ആമീൻ പറയണം. ഒന്നാമത്തെ മസാല. രണ്ടാമത്തെ എന്താ? ഇമാം ആമീൻ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആമീൻ പറയാൻ പാടുള്ളൂ. അത് ഇവിടുന്ന് മാത്രമല്ല, ഇവിടുന്നും നമ്മുടെ വീട്ടിൽ ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുകയാണ്, അപ്പോഴും എന്ത് ചെയ്യണം? ആ മര്യാദ നമ്മൾ പാലിക്കണം. മനസ്സിലായില്ലേ? ആ മര്യാദ നമ്മൾ പാലിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരമാണ് നമസ്കാരത്തെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.